ആശയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. വ്യാപ്തം ഇസ് ഈക്വൽ ടു നീളം ഗുണം വീതി ഗുണം ഉയരം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ടീച്ചർ വോളിയം എന്ന് പറയുന്നത്, വോളിയം ലെങ്ത്ത് ഒരു 2 സെൻറ്റിമീറ്റർ വേണ്ട, ഒരു 6 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 6 3s are 18, 18 ഇൻറ്റു 2 54 സെൻറ്റിമീറ്റർ ക്യൂബാണ് എന്ത് വോളിയം എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ വോളിയം എന്ന് പറയുന്നത് 54 സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമുക്ക് എന്തറിഞ്ഞുകൂടാ, നമുക്ക് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്താണെന്നറിയോ, ഈ 54നെ, അതായത് ഈ 3ഉം 6ഉം ഈ രണ്ട് നമ്പേഴ്സ് ഇൻറ്റു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിവിഷൻ, അതായത് 54 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 3 ചെയ്താൽ മതിയാവും. അതായത് 54 ഡിവൈഡഡ് ബൈ 6 നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഡിവിഷൻ എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം. ഒന്നെങ്കിൽ നിങ്ങൾ 6ൻ്റെ ടേബിൾ ചൊല്ലി 6 9 54, സോ ഇവിടെ 9 വരും. 3ൻ്റെ പട്ടികയിൽ 3 9 വരും. സോ ആൻസർ എന്ത് വരും, ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഫൈനലി 3 എന്ന് കിട്ടും. ഇത് അല്ലാതെ നമുക്കിതെങ്ങനെ ചെയ്യാം, 54 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 3 ആണല്ലോ ചോദ്യം. അതായത് 54 ഡിവൈഡഡ് ബൈ 18, ഇതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ 54നെ 54നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 18ൻ്റെ ടേബിളിൽ 18 3 54. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈറ്റ് എന്ന് പറയുന്നത് 3ലേക്ക് എത്താം. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയോ. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി ഇവിടെ നോക്കുക, നമുക്ക് ലെങ്ത് അറിയില്ല എന്ന് വിചാരിക്കുക. ലെങ്തിൻ്റെ അവിടെ ലെങ്ത് എന്ന് തന്നെ കൊടുത്തു. അപ്പോൾ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, 54നെ ഈ രണ്ട് നമ്പേഴ്സ് ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയോ, 3 ഇൻറ്റു 3. അപ്പോൾ ഒന്നെങ്കിൽ ഇത് ഓരോ ഇൻഡിവിജ്വലായിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 3 3s are 54 ഡിവൈഡഡ് ബൈ 9 ചെയ്യുക. 54 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 6 9 54. സോ അങ്ങനെ നമുക്ക് ലെങ്ത് എന്ത് കിട്ടും, 6 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 41 ഒരു 7 ക്വസ്റ്റ്യൻസ് ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാനും ചതുരക്കട്ടകളുടെ അളവുകളാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. എഴുതിയിട്ടില്ലാത്ത അളവുകൾ കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ഇൻറ്റു 8 ഇൻറ്റു 7 നീളം ഗുണം വീതി ഗുണം ഉയരമാണ് എന്ത് വ്യാപ്തം. അപ്പോൾ 3 ഗുണം 8 ഗുണം 7 എഴുതുക. ഇതിൻ്റെ ഗുണനഫലം എഴുതുമ്പോൾ 8 3s are 24, 8 3s are 24 ഇൻറ്റു 7 കൂടെ ചെയ്യുന്നത്. അപ്പോൾ 7 4 28, റിമൈൻഡർ 2 7 2 14 2 16, 168 സെൻറ്റിമീറ്റർ ക്യൂബാണ് എന്ത് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, 168 ഘന സെൻറ്റിമീറ്റർ. വോളിയം സെൻറ്റിമീറ്റർ ക്യൂബ്, ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നുള്ളതിന് ഘന സെൻറ്റിമീറ്റർ എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, 6 4s are 6 4 24 ഇൻറ്റു 5 കൂടെ. അപ്പോൾ എത്ര ആവും, 4 5 20, റിമൈൻഡർ 2 2 10 2 12 120. അപ്പോൾ ഇവിടെ എഴുതുമ്പം 120 ഘന സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിൻ്റെ ഉത്തരം. മൂന്നാമത്തത് 6 4 എത്രയാണ്, 24. 24 ഇൻറ്റു ഡാഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 48. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം കേട്ടോ. ഒന്നെങ്കിൽ 48നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 24 ഇൻറ്റു 4 2s are 8 2 2s are 4. എന്തെഴുതാം നമുക്കിവിടെ, ഇവിടെ 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതാമല്ലോ. ഏത് 3 സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നതെന്ന് ചിന്തിച്ചാലും മതി. അല്ലെങ്കിൽ ഈ നമ്പറിനെ ആദ്യത്തെ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അടുത്തത് ഇവിടെ എന്താണ് മിസ്സിങ് ആയിട്ടുള്ളത്, വീതിയാണ്, ബ്രെഡ്ത്താണ്. സോ 8 2s are 16, 48 അതായത് 16 ഇൻറ്റു ഡാഷാണ് എന്ത് 48 വന്നത്. അപ്പോൾ 6നോടുകൂടി ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടുന്നത്, 6ൻ്റെ ടേബിളിൽ 8 വരുന്നത് 6 3s are. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഇട്ട് നോക്കിയേ, 6 3s are 18,
റിമൈൻഡർ 1 1 3s are 3 + 1 48. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? ഇവിടെ 3 എന്ന് കൊടുക്കാം. അതർവൈസ് നിങ്ങൾക്ക് 48നെ 18 × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതിയാവും. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഇൻറ്റു 2 × 2 2 2s are 4 അപ്പം 4നോട് കൂടി ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടും എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ എന്താണ് 8 വരാൻ സാധ്യതയുള്ളത്? അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 48നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 × 2 കൊണ്ട്. ഒരു വട്ടം 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 24 വരും. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 വരും. ശരിയല്ലേ? അപ്പോൾ 12 × 4 ആണ് എന്ത്? 48. കണ്ടോ? അപ്പോൾ നമുക്കിവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് 12 ആയിരിക്കും. 5ാമത്തെ ആൻസർ. 6ാമത്തെ ചോദ്യം എന്താണ് വന്നിരിക്കുന്നത്? ഡാഷ് ഇൻറ്റു 2 × 4 = 80 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 80 ഡിവൈഡഡ് ബൈ 2 × 4. 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് പകുതി എഴുതുമ്പോൾ 40. 40നകത്ത് 4 10 പ്രാവശ്യം വരും. സോ നമുക്കിവിടെ എന്തെഴുതാം? ആൻസർ 10 ആണ്. 6th വൺ. 7th വൺ 14 × 5 × ഡാഷ് = 210. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 210 ഡിവൈഡഡ് ബൈ 14 × 5. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം നോക്കിക്കേ. 14 × 5 കട്ട് ചെയ്യാൻ മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് എളുപ്പം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ 14 × 21 7ൻ്റെ ടേബിളിലല്ലേ? 7 2s are 41, 7 3s are 21. എന്നിട്ട് ഈ 0 അവിടെ കൊടുക്കുക. ഇനി ഈ 5 13 കട്ട് ചെയ്യല്ലോ. 6 5s are 30. 6/2 എന്ത് വരും? 3 എന്ന് വരും അല്ലേ? 6/2 3 അല്ലേ? സോ അവർ ആൻസർ ഹിയർ 3 എന്ന് വരും. അല്ലെങ്കിൽ 3 15 × 14 ആണ് 210. ഓക്കെ അല്ലേ?